ഹായ്, നമസ്കാരം. ഇന്ന് നമുക്ക് ഇ-മിത്രം പോർട്ടൽ വഴി ഒരു സർവീസ് ചെയ്തവർക്ക് അവർക്ക് റെസിപ്റ്റ് കൊടുക്കണമല്ലോ. അതെങ്ങനെയാ കൊടുക്കുന്നത് നമുക്ക് നോക്കാം. imitram.com ടൈപ്പ് ചെയ്യുക. ലോഗിൻ ക്ലിക്ക് ചെയ്യുക. യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്യാം. സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ സർവീസുകൾ നമുക്ക് ഏതാണോ കൊടുക്കുന്നത് അവിടെ താഴെ എല്ലാ സർവീസുകളും ഉണ്ടാവും. ഒരു ഉദാഹരണം, ഒരു പാസ്പോർട്ട് സർവീസാണ് കൊടുക്കുന്നത് വിചാരിക്കാം. ഒരു പാസ്പോർട്ട് സർവീസാണ് ചെയ്യുന്നത്. പാസ്പോർട്ട് നമ്മൾ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പോൾ കസ്റ്റമറുടെ പേര് ചോദിക്കും. ആ കസ്റ്റമറുടെ പേര് ഞാൻ ചെയ്യാണ്. ഒരു പേര് ചെയ്തു. അതിനുശേഷം അവരുടെ മൊബൈൽ നമ്പർ കൊടുത്തു. 9947. ഫോൺ നമ്പർ കൊടുത്തു. ഫോൺ നമ്പർ കൊടുത്തതിന് ശേഷം നമ്മൾ പ്രൊസീഡ് കൊടുത്തു. നേരെ നമ്മൾ ഇപ്പോൾ പാസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആ സൈറ്റിലോട്ടെല്ലാം പോയി. എന്നിട്ട് നമ്മൾ ലോഗിൻ ചെയ്തു, കാര്യങ്ങളൊക്കെ പാസ്പോർട്ടൊക്കെ ചെയ്തു. അതിന് ശേഷം നമ്മൾ ആ വിൻഡോ നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അടുത്ത് കണ്ടോ, ഇവിടെ റെസിപ്റ്റ് എന്നൊരു ഓപ്ഷൻ കണ്ടോ. റെസിപ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ അവിടെ പേരും ഫോൺ നമ്പർ ഓൾറെഡി വന്നിട്ടുണ്ടാവും. നമ്മൾ ആദ്യം ഒരു പോപ്പപ്പിൽ നമ്മൾ പേര് കൊടുത്തല്ലോ, അതുകൊണ്ട് തന്നെ അവിടെ വന്നിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ സർവീസ് ചെയ്ത് നമ്മൾ പാസ്പോർട്ടിന്റെ ക്ലിക്ക് ചെയ്ത് പാസ്പോർട്ടല്ലേ ചെയ്തത്. എന്നിട്ട് പാസ്പോർട്ട് എമൗണ്ട് നമ്മളിപ്പം സാധാരണ 1750 രൂപയാണ് വാങ്ങുന്നത്. 1750. പിന്നെ അതേപോലെ തന്നെ കൂടുതൽ സർവീസ് വേറൊരു കാര്യം കൂടെ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആഡിൽ ക്ലിക്ക് ചെയ്യേണ്ടത് ഇവിടെ ആഡ് എന്ന ബട്ടൺ ഉണ്ട്. ആഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കണ്ടോ സർവീസിന് നെയിം എടുത്ത് കൊടുക്കുക. ഒരു പാൻ കാർഡാണ് ചെയ്തത്. പാൻ കാർഡ് നമ്മൾ 250 കൊടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, പ്രിന്റ് കൊടുക്കുകയാണെങ്കിൽ ടോട്ടൽ എമൗണ്ട് ഇവിടെ വന്നു 1750 പാസ്പോർട്ട്. പിന്നെ ആ പാസ്പോർട്ട് നമുക്ക് വേണ്ട, തെറ്റിപ്പോയെങ്കിൽ അത് നമുക്ക് ഇവിടെ ഡിലീറ്റ് ചെയ്ത് കളയാം. പിന്നെ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ നേരെ പ്രിന്റിലോട്ട് പോവുക. പ്രിന്റിൽ പോകുമ്പോൾ കണ്ടോ നമ്മുടെ റെസിപ്റ്റ് ഓൾറെഡി വന്നു കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ എമൗണ്ട് എല്ലാം ഓട്ടോമാറ്റിക് തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ടാവും. ഇങ്ങനെയാണ് നമ്മൾ റെസിപ്റ്റ് കൊടുക്കുക. നമ്മൾ എല്ലാ കസ്റ്റമർക്കും റെസിപ്റ്റ് കൊടുക്കാൻ ശ്രമിക്കുക. നമ്മുടെ സേവ് ചെയ്ത് നമുക്ക് വാട്സാപ്പിൽ കൂടെ അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പ്രിന്റ് കൊടുത്ത് തന്നെ ചെയ്യാൻ പറ്റും. എല്ലാവരും റെസിപ്റ്റ് കൊടുത്ത് തന്നെ നമ്മുടെ സേവനങ്ങൾ ചെയ്യാം. ഓക്കെ, താങ്ക് യു. വീണ്ടും കാണാം.